ഒന്ന് നിന്നെ. നിൽക്കണം. നമ്മോടാണോ? അതെ, ഇവിടെ വരണം. ഇങ്ങോട്ട് വരാൻ. എന്ത്? നമ്മോട് ആജ്ഞാപിക്കുന്നു? ആരാണീ നാം എന്നറിയണമല്ലോ. ഇവിടെ വരാൻ. നിങ്ങൾ ആരാണ്? കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. തീരെ മര്യാദയില്ലാത്ത ആളാണെന്ന്. നിങ്ങൾക്ക് എന്താ തൊഴിൽ? അതും അറിയില്ലേ? കുമാരനല്ലേ? ഉത്കൃഷ്ട വ്യക്തികളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും വരുന്നതല്ലേ ഉള്ളൂ. കുമാര, നാമാണ് ബ്രഹ്മദേവൻ. ഓ, ദേവനാണോ? എന്താ നിങ്ങളുടെ പ്രവൃത്തി? അതും അറിയില്ലേ? ഈ കുമാരൻ ഒന്നും അറിയാത്ത ഒരു ശിശുവായി പോയല്ലോ. കുമാര, നാമാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ്. ഓഹോ, കഷ്ടം. എന്താ കഷ്ടം? നിങ്ങൾ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം കണ്ടാൽ ആർക്കാ കഷ്ടം തോന്നാത്തത്? നമ്മെ പരിഹസിക്കുന്നു കുമാര. കുമാരന്റെ പിതാവ് ശ്രീ പരമേശ്വരൻ പോലും നമ്മെ പരിഹസിച്ചിട്ടില്ല. ഉവ്വോ, അത്രയ്ക്ക് ഉത്കൃഷ്ടനാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേദങ്ങൾ അറിയാമോ? അറിയാമോന്നോ? വേദങ്ങളുടെ വിധാതാവാണ് നാം. നമ്മെപ്പോലെ വേദജ്ഞാനമുള്ള മറ്റാരാണുള്ളത്? എന്നാൽ ചൊല്ലൂ, കേൾക്കട്ടെ. നിർത്തൂ. ഓം എന്നാൽ അർത്ഥം എന്താണ്? ഓം എന്നാൽ പ്രണവം, അതാണ്. ഓം എന്നതിന്റെ ശരിയായ അർത്ഥമാണ് നാം ചോദിച്ചത്. ഓം എന്നാൽ പ്രണവം. പ്രണവം എന്നാൽ അത് പിന്നെ പരിങ്ങാതെ പറയൂ. ഓം എന്നാൽ പ്രണവം. പ്രണവം എന്നാൽ ഓം എന്നാൽ എന്താണെന്ന് അറിയില്ല അല്ലേ? ഉത്കൃഷ്ട വ്യക്തിയാണ് പോലും, വലിയ സൃഷ്ടികർമ്മക്കാരൻ. നിങ്ങൾ ഇനി സൃഷ്ടികർമ്മം നടത്തണ്ട. ആരവിടെ? കൽപ്പിച്ചാലും കുമാര. ഇയാളെ കൊണ്ടുപോയി കാരാഗ്രഹത്തിലടയ്ക്കൂ. അയ്യോ കുമാര, ഇത് ബ്രഹ്മദേവനാണ്. ഏത് കൊമ്പത്തെ ദേവനായാലും നാം പറയുന്നത് അനുസരിച്ചാൽ മതി. കൊണ്ടുപോയി കാരാഗ്രഹത്തിലടയ്ക്കൂ. കൽപ്പന പോലെ. അരുത് കുമാര, അരുത്. ചെല്ലൂ. കുമാര, അരുത്. കുമാര, ബ്രഹ്മദേവനെ ശിക്ഷിക്കരുത്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നില്ല. കുമാര, പ്രണാമം ഉമാമഹേശ്വരന്മാരെ. പ്രണാമം. പ്രണാമം. സർവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. എന്താണ് ഇന്ദ്രദേവ? ബ്രഹ്മദേവനെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നു. ആര്? നമ്മുടെ പുത്രൻ മുരുകൻ. എന്ത് ധിക്കാരമാണ് കുമാരൻ കാട്ടിയത്? ഗുരുതരമായ തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്? കാരാഗൃഹത്തിൽ അടയ്ക്കാൻ തക്കവണ്ണം
ബ്രഹ്മദേവൻ എന്താണ് ചെയ്തത്? ഞങ്ങളൊക്കെ കുമാരന്റെ മുമ്പിൽ കൂടിയാണ് വന്നത്. പ്രണാമം പറഞ്ഞ് കുമാരനെ ബഹുമാനിക്കാൻ ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ബ്രഹ്മദേവൻ കുമാരനോട് വല്ല അനിഷ്ടവും കാട്ടിയോ ആവും. അനിഷ്ടം കാട്ടിയാലും ബ്രഹ്മദേവനെ പോലുള്ളൊരു മഹാത്മാവിനെ തുറുങ്കിലടയ്ക്കുകയാണോ വേണ്ടത്? നന്ദികേശ, കൽപ്പിച്ചാലും സ്വാമി. ബ്രഹ്മദേവനെ മുരുകൻ തുറുങ്കിലടച്ചിരിക്കുകയാണ്. ക്ഷണത്തിൽ മോചിപ്പിക്കാൻ നാം കൽപ്പിച്ചതായി മുരുകനെ അറിയിക്കുക. കൽപ്പന പോലെ. പ്രണാമം കുമാര. പ്രണാമം. പരമേശ്വര സ്വാമിയുടെ കൽപ്പന അറിയിക്കാൻ വന്നതാണ്. കൽപ്പന കേൾക്കട്ടെ. ബ്രഹ്മദേവനെ ക്ഷണത്തിൽ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് സ്വാമി കൽപ്പിച്ചിരിക്കുന്നു. മോചിപ്പിക്കാൻ സാധ്യമല്ല. ഓംകാരത്തിന്റെ പൊരുളറിയാത്തയാൾ നടത്തുന്ന സൃഷ്ടികർമ്മത്തിന് എന്ത് മഹത്വമാണുള്ളത്? കുറച്ചു നാളത്തേക്ക് അയാൾ സൃഷ്ടികർമ്മം നടത്തണ്ട. തടവിൽ കിടന്ന് പാഠം പഠിക്കട്ടെ. കുമാര, പിതാവിന്റെ കൽപ്പന അനുസരിക്കുകയാണ് വേണ്ടത്. ഉവ്വോ, സാധ്യമല്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ നന്ദികേശൻ? നന്ദികേശന് പോകാം. പ്രണാമം വിഷ്ണുദേവ. പ്രണാമം. ദേവന്റെ ആഗമനം പ്രതീക്ഷിച്ചതാണ്. ത്രിമൂർത്തികളിൽ ഒരുവനായ നാം അനിവാര്യമായും ആഗമിക്കണമല്ലോ. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ബ്രഹ്മാവിന്റെ സത്യലോകം ഇരുളിലാണെന്ന് കണ്ടു. കൈലാസത്തിന്റെ തടവറയിൽ ബ്രഹ്മദേവൻ നിൽക്കുന്നതും കണ്ടു. എന്താണ് മഹാദേവ ഇതൊക്കെ? ബ്രഹ്മദേവൻ കൈലാസത്തിലെ തടവറയിൽ ബന്ധനസ്ഥനാണെന്ന വാർത്ത ദേവീദേവന്മാർക്കും കൈലാസത്തിനും സൽകീർത്തി ഭവിപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ? ദേവ, നമ്മുടെ പുത്രൻ മുരുകൻ കാട്ടിയ അവിവേകമാണിത്. ദേവനെ ഉടൻ മോചിപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാമി, കുമാരൻ അനുസരിക്കുന്നില്ല. ബ്രഹ്മദേവനെ മോചിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അറിയിച്ചിരിക്കുന്നു. എന്ത്? അത്രയ്ക്ക് ധാർഷ്ട്യമോ മുരുകന്? നമ്മുടെ വാക്കും അനുസരിക്കില്ലെന്നോ? നന്ദികേശ, കുമാരനെ നമ്മുടെ സമക്ഷത്തിൽ വരാൻ പറയൂ. കൽപ്പന പോലെ. ഞാൻ ഇവിടെയുണ്ട് പിതാവേ. കുമാര, എന്തിനാണ് ബ്രഹ്മാവിനെ തുറുങ്കിലടച്ചത്? അയാൾക്ക് ഓംകാരത്തിന്റെ അർത്ഥം പോലും അറിയില്ല. സൃഷ്ടികർത്താവാണോ പോലും. വിഡ്ഢിയായ അയാൾ സൃഷ്ടിക്കുന്നവരൊക്കെയും വിഡ്ഢികളായി ഭവിക്കില്ലേ? വിഡ്ഢികളുടെ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി എന്തിനയാളെ മോചിപ്പിക്കണം? ഞാൻ ചെയ്തത് ശരിയല്ലേ മാതേ?
ശരിയല്ല മകനെ. സൃഷ്ടികർത്താവല്ലേ ബ്രഹ്മാവ്. കൃത്യാനന്തര ബഹുലതകൾക്കിടയിൽ ഓംകാരത്തിന്റെ പൊരുൾ മറന്നുപോയിരിക്കാം. അദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കാൻ അത് മതിയായ കാരണമാകുന്നില്ല മകനെ. ബ്രഹ്മദേവനെ ഉടൻ മോചിപ്പിക്കുക. കുമാരന്റെ പിതാവ് സംഹാരകർമ്മം നടത്തുമ്പോൾ പ്രപഞ്ചതുലനം സാധ്യമാക്കാൻ സൃഷ്ടികർമ്മവും നടക്കണം. ബ്രഹ്മാവിനെ കാരാഗൃഹത്തിൽ അടച്ചത് മുതൽ ഈ സമയം വരെ അനിവാര്യമായി നടക്കേണ്ട സൃഷ്ടികർമ്മങ്ങൾ പലതും മുടങ്ങിയിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ താളക്രമം തന്നെ തെറ്റിക്കാൻ ശിവപുത്രൻ നിമിത്തമാകരുത് കുമാര. മടിച്ചു നിൽക്കുകയാണോ? ബ്രഹ്മാവിനെ മോചിപ്പിച്ചില്ലെങ്കിൽ നിന്നെ നാം ശപിച്ചിരിക്കും. അരുതു പിതാവേ. അയാളെ കാരാഗ്രഹത്തിൽ അടച്ചതിന്റെ പ്രധാന കാരണം അയാളുടെ ധിക്കാരമാണ്. ധിക്കാരത്തെ ഒരു കുറ്റമായി കാണുന്ന നാം തന്നെ മാതാപിതാക്കളെയും ദേവന്മാരെയും ധിക്കരിക്കരുതല്ലോ. അയാളെ മോചിപ്പിച്ചേക്കാം. ഇതിനെ ചൊല്ലി ഭാവിയിൽ മുരുകനും ബ്രഹ്മാവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ വേണ്ട. മോചിതനാകുന്ന ബ്രഹ്മാവിനെ നമുക്ക് ആശ്വസിപ്പിക്കാം. എന്നാൽ അങ്ങനെയാകട്ടെ. ക്ഷമിക്കണം പ്രഭു. നമ്മുടെ പുത്രന്റെ അവിവേകത്തിന് നാം മാപ്പ് ചോദിക്കുന്നു. അരുത് മഹാദേവ. കുമാരനോട് മാപ്പ് ചോദിക്കേണ്ടത് നാമാണ്. സർവജ്ഞനെന്ന നമ്മുടെ അഹന്തയ്ക്ക് ശിക്ഷ നൽകിയ കുമാരനോട് നാം കൃതാർത്ഥനാണ്. നമുക്ക് കുമാരനോട് ഒരു ശത്രുതയുമില്ല. ആശ്വാസം. അങ്ങ് പോയി സൃഷ്ടികർമ്മം നിർവഹിച്ചാലും. അങ്ങനെ ആവട്ടെ. സർവർക്കും ശിരോലിഖിതം കുറിക്കുന്ന ബ്രഹ്മദേവന്റെ ശിരസിലുമുണ്ട് അല്പനേരം കാരാഗ്രഹത്തിൽ കഴിയാനുള്ള യോഗം. പിതാവേ. പ്രണാമം. അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? ഓംകാരത്തിന്റെ പൊരുൾ അറിയാത്തതുകൊണ്ട് കുമാരൻ ബ്രഹ്മാവിനെ തുറുങ്കിലടച്ചു. കുമാരന് ഓംകാരത്തിന്റെ പൊരുൾ അറിയാമോ? അറിയാം. നന്നായി. എങ്കിൽ ഓംകാരത്തിന്റെ പൊരുൾ പറയൂ, കേൾക്കട്ടെ. അങ്ങനെ പരസ്യമായി പറയാമോ? ശിഷ്യന്റെ കാതിൽ ഉപദേശിക്കേണ്ട മഹാതത്വമല്ലേ? എങ്കിൽ കാതിൽ പറയൂ. നാരായണ നാരായണ. എന്ത്? സാക്ഷാൽ മഹാദേവന് മുരുകകുമാരൻ ഉപദേശം കൊടുക്കുകയും? ശംഭോ മഹാദേവ. നാരായണ.
പരമപൊരുളും ഓംകാരപ്പൊരുളുമായ അങ്ങ് ആദിമന്ത്രത്തിന്റെ പൊരുളറിയാൻ സ്വന്തം മകന് മുന്നിൽ ശിശുവായി നിൽക്കുകയോ? നാരായണ നാരായണ. നാരദരെ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം അവർണ്ണനീയമാണെന്ന് ധരിച്ചാലും ഓംകാരത്തിന്റെ പൊരുൾ നമ്മുടെ പുത്രൻ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് നാം അവന് അവസരം കൊടുത്തത്. ഓംകാരത്തിന്റെ പൊരുൾ കുമാരൻ നന്നായും ശരിയായും ഗ്രഹിച്ചിരിക്കുന്നു. ഏതു മഹാതത്വവും ആരിൽ നിന്നായാലും വിനയത്തോടെ ശ്രദ്ധയോടെ സ്വീകരിക്കണം. ആ സത്യത്തിന് നാം തന്നെയല്ലേ നാരദരെ മാതൃകയാകേണ്ടത്? അതെ ദേവ, ഈ മാതൃക ലോകത്തിന് മാർഗദർശനമാകട്ടെ. ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കട്ടെ. പിതാവിന് ഉപദേശം നൽകുന്ന ദേവജ്ഞനായ പുത്രൻ, പുത്രനിൽ നിന്ന് പോലും വിജ്ഞാനം ഗ്രഹിക്കാൻ മടിക്കാത്ത വിനയാന്യുതനായ പിതാവ്. അതിദിവ്യമായ ഓംകാരത്തിന്റെ മാഹാത്മ്യം അത് വിശ്വമെങ്ങും മാറ്റൊലി കൊള്ളട്ടെ.